മലബാർ ടൈൽസ് എന്ന ആന്തോളജി മൂവിയിലെ പ്രദീപ് ലാലിന്റെ കഥാപാത്രത്തെ കുറിച്ച് ആ ഒരു സെഗ്മെന്റിന്റെ പേര് 5 കഥകളാണെന്നോ? തീർച്ചയായിട്ടും. മലബാർ ടൈൽസിലെ ബംഗ്ലാവ് എന്ന് പറയുന്ന മൂവിക്കകത്താണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. ഈ ഒരു കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കഥാപാത്രത്തിന് പേരില്ല എന്നുള്ളതാണ്. ഈ കഥാപാത്രം അറിയപ്പെടുന്നത് ഇതിലെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേരിലാണ്. അപ്പം അങ്ങനെ പേരില്ലാത്ത ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നൊരു കഥാപാത്രം, അതാണ് ബംഗ്ലാവ് എന്ന സിനിമയിലെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആണ്. കാര്യം കൂടുതലും നമ്മളുടെ പരിപാടികളൊക്കെ വാച്ച് ചെയ്യുന്ന ആളുകൾക്കറിയാം, കോമഡി പരിപാടികളൊക്കെയാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോമഡി എന്നുള്ളതിലപ്പുറം കുറച്ച് ഇമോഷൻസ് പരിപാടികൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു കഥാപാത്രത്തെ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ഒരു ക്യാരക്ടർ തന്ന ഈ സിനിമയുടെ ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ കം പ്രൊഡ്യൂസർ അനിൽ കുഞ്ഞപ്പൻ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇതൊരു കുടുംബത്തിൽ നിന്നും ഉണ്ടായ ഒരു കുടുംബ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പല കുടുംബങ്ങളുടെ കഥയാണ് ഈ 5 സിനിമകളിൽ പറയുന്നത്. 5 ജോണറിലുള്ള കഥകളാണ് ഈ സിനിമ. അപ്പോൾ ഈ 5 കഥകളും ഉണ്ടായിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ മകൾ ഈ സിനിമയുടെ എഡിറ്ററാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിൻ്റെ കോ പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു സിനിമ രൂപപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ബ്രഹ്മാണ്ഡ സിനിമ എന്നല്ല പറഞ്ഞു വരുന്നത്. ഒട്ടും പ്രേക്ഷകരെ മുഷിപ്പിക്കാത്ത രീതിയിലുള്ള 5 കഥകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു സിനിമ അനുഭവം തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകും. നിങ്ങളുടെ നല്ല സപ്പോർട്ട്, നല്ല പിന്തുണ ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. ഇതിനോടകം തന്നെ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു, കൂടുതൽ ഗ്രാമീണ വേഷങ്ങൾ, കോമഡി വേഷങ്ങളാണ്. ഇതില് 5ാമത്തെ സെഗ്മെന്റിലാണ് വന്നിരിക്കുന്നത് ഈ കഥാപാത്രം. അടച്ചിട്ട വീട്ടിനുള്ളിൽ കാണിക്കുന്ന ബംഗ്ലാവിൽ നടക്കുന്ന ഒരു സംഭവം, അത് കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് ചെയ്തിരിക്കുന്നത് കൂടുതലും. ആ ഒരു മാനസത്തെ കുറിച്ചും അല്ല, ഇത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്യാരക്ടർ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ കോമഡിയാണ് കൂടുതൽ ചെയ്തതെങ്കിലും കൂടെ എന്നെ അട്രാക്ട് ചെയ്ത് ഇതിലെ കോമഡി എലമെന്റ് അല്ല, ഇതിന്റെ കുറച്ച് ഇമോഷൻ സൈഡാണ് ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. ആ കാര്യം നമ്മൾ ചെയ്യുന്നതെന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു ഇമോഷൻസ് പരിപാടി. അപ്പം അത് ചെയ്യാന്നുള്ളതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അതിൻ്റെ കൂടെ കോമഡി കൂടെ നന്നായിട്ട് വർക്കൗട്ടായി വന്നു എന്ന് എല്ലാവരും പറയുന്നു. ഇനി തീർച്ചയായിട്ടും അത് പ്രേക്ഷകരാണ് പറയേണ്ടത്. അപ്പോൾ പടം ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയത് ഇനിയിപ്പം ഇറങ്ങാനുള്ള സിനിമ നമ്മുടെ ഹരീഷ് പേരടി നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട്. രാധേഷ് ശ്യാമാണ് ഇതിൻ്റെ ഡയറക്ടർ. അതുപോലെ തന്നെ ഹരീഷേറിൻ്റെ മകൻ വിഷ്ണു ഈ സിനിമയിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. വിഷ്ണു ആദ്യമായിട്ടാണ് ഒരു സിനിമയിലെത്തുന്നത്. അപ്പോൾ ആ സിനിമ ഇപ്പോൾ ഉടൻ തന്നെ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സിനിമയാണ്. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാഥ് വാസി, ഇന്ദ്രൻ സേട്ടൻ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതായത് ഹോം എന്ന സിനിമയ്ക്ക് ശേഷം അവർ രണ്ടുപേരും ചേർന്ന് വരുന്ന ഒരു കോംബോയിലുള്ള ഒരു സിനിമയാണ് വരാനിരിക്കുന്നത്. അതിന് പേരിട്ടിട്ടില്ല. അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സിനിമ ഷെഡ്യൂളായി, ഇനി അടുത്ത ഷെഡ്യൂൾ ഉടനെ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ. ഹായ്, നമസ്കാരം. ദേവേന്ദ്രനാഥ് ശങ്കരനാരായണൻ, അതാണ് എൻ്റെ പേര്. മലബാർ ടൈൽസ് ജനുവരി മാസം 3-ാം തീയതി നമ്മുടെ പുതുവർഷ സമ്മാനമായിട്ട് മലയാളി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താൻ പോവാണ്. 5 കഥകളിൽ ഒരെണ്ണം ബംഗ്ലാവ്. അതിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ കാഴ്ചയ്ക്ക് കാരണം. 10-25 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറയുന്നത് അഭിനയ പരിശീലന പരിപാടിയാണ്. അഭിനയ പരിശീലന പരിപാടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നടന്മാരാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് സ്കില്ലിംഗ് ഇന്ത്യ ഇൻ ഫിലിം ആൻഡ് ടെലിവിഷൻ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഇന്ത്യ മുഴുവനുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ ഇന്ത്യ മുഴുവനുമുള്ള നടീനടന്മാരെയും ഒക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ മലയാളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഫോറൻസിക് മുതൽ, കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ഫോറൻസിക്കാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്യുന്നൊരു പടം. അത് തൊട്ട് ഇപ്പോൾ തിയേറ്ററുകളിൽ എന്താ പറയുക, നന്നായി
കളിച്ച് ഇറങ്ങിയ മുറ വരെ ഉള്ള കുറേ സിനിമകൾ, ഒരു 12 സിനിമകൾ ഞാൻ മലയാളത്തിൽ ആക്ടിങ് ട്രെയിനർ എന്ന രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടർ എന്ന് പറയുന്ന പണിയേക്കാൾ നല്ലത് എനിക്കിഷ്ടം ആക്ടിങ് ട്രെയിനറാണ്. പക്ഷേ ഇതിനകത്ത് അതങ്ങനെ അല്ലായിരുന്നു. നടനായിട്ടാണ് ഇവർ വിളിച്ചത്, നടനായിട്ടുള്ള പണി ചെയ്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ ചെയ്തു. അയ്യോ, ഒരു സംശയമില്ല, അഭിനയിക്കുന്നതിനേക്കാൾ എത്രയോ സുഖമുള്ള പരിപാടിയാണ് ട്രെയിനിങ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരാൾ മറ്റൊന്നായി മാറുന്നൊരു കാഴ്ചയുണ്ട്. വന്ന ആളല്ല ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്ന ആളുകൾ, ഇപ്പം നമ്മൾ സിനിമകളെക്കുറിച്ച് മൊത്തത്തിൽ പറയുന്ന ഒരു സാധനത്തിൽ നമുക്കിപ്പോൾ കാസ്റ്റിംഗ് കോൾസ് ഒരുപാട് വരുന്ന ഒരു കാലമാണ്. കാസ്റ്റിംഗ് കോൾസ് വരും, നമ്മളിപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും കാസ്റ്റിംഗ് കോൾസ് വരും. അപ്പോൾ നമ്മൾ പോകും, അഭിനയിച്ച് കാണിച്ചു കൊടുക്കും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് കിട്ടാറില്ല. അപ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ വരും, എന്തുകൊണ്ട് ഞാൻ നന്നായി ചെയ്തതല്ലേ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാസ്റ്റിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രൂപം എന്താണോ ആ രൂപത്തിന് അനുകൂലമായ അല്ലെങ്കിൽ യോജിക്കുന്ന രീതിയിലുള്ളൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ അവരതിനെ കാസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ആക്ടറുടെ മുകളിൽ അധികം വർക്ക് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്താണോ ആ നടൻ സ്വാഭാവികമായിട്ട് പെരുമാറുന്ന രീതിയിൽ സിനിമയിലും ചെയ്താൽ മതി, അപ്പോൾ സ്വാഭാവിക അഭിനയം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ പദ്ധതി. പക്ഷേ അതല്ലാതെ നടൻ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിലുള്ള കഥാപാത്രത്തെ കിട്ടിയാലും തന്നെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി നടനുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടിങ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഏത് കഥാപാത്രം വന്നാലും ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയാണ്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഉണ്ടാകുന്നൊരു സുഖമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇല്ല, പുതിയ വർക്കുകൾ ഇപ്പം ഞാൻ അഭിനയിച്ച പടം വരാൻ പോകുന്നത്, ഞാൻ ഈ തടിയൊക്കെ കൂട്ടിയിട്ട് വന്നപ്പോൾ എൻ്റെ ഈ മലബാർ ടെയിൽസിലെ അഭിനയിച്ച സുഹൃത്തുക്കളും അതിൻ്റെ സംവിധായകനും അതിൻ്റെ പ്രധാന അണിയറ പ്രവർത്തകരും PRO അടക്കം എന്നോട് ചോദിച്ചു, ഇയാളാരാ? അപ്പോൾ അന്ന് കണ്ട ഞാനല്ല ഇന്ന് എന്ന് അവർ പ്രധാനമായിട്ട് പറഞ്ഞൊരു സംഭവം. ഒന്നുമില്ല, ഇപ്പം ഇറങ്ങാനിരിക്കുന്നൊരു പടമുണ്ട്, രേഖാചിത്രം എന്ന് പറഞ്ഞൊരു സിനിമ. ആസിഫ് അലിയാണ് അതിൽ നായകനായിട്ട് എത്തുന്നത്. അതിൽ റൈറ്റർ ജോൺ പോൾ സാറിൻ്റെ ഒരു വേഷം ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജോൺ പോൾ സാറായിട്ട് മാറുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾക്ക് ജോൺ പോൾ സാറിനെ അറിയുന്നത് നിങ്ങൾക്കറിയാം. പക്ഷേ എന്നെ കണ്ട് പറ്റുന്ന രീതിയിൽ ചില പദ്ധതികളൊക്കെ ചെയ്തു. പക്ഷേ ആ തടി കുറയാൻ കുറച്ച് താമസമുണ്ട്. അപ്പോൾ അതാണ് ഈ രൂപത്തിൻ്റെ ഒരു ഇത് പറയുന്നത്. രേഖാചിത്രം വരാനിരിക്കുന്നൊരു സിനിമയാണ്. പിന്നെ ട്രെയിൻ ചെയ്ത പടങ്ങൾ 3-4 പടങ്ങൾ വടക്കൻ ഉൾപ്പെടെ, ഇപ്പോൾ വടക്കനൊക്കെ കാനിലൊക്കെ ചില ഫെസ്റ്റിവലുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലുകളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചില സിനിമകളും നമ്മൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കുറേ സിനിമകളുമായിട്ട് ഒരു 3-4 പടങ്ങൾ ഇറങ്ങാനിരിക്കുന്നുണ്ട്. അപ്പം 2025 നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് നന്നായിരിക്കട്ടെ, എനിക്ക് നന്നായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിരിക്കണ്ടേ. ഹാപ്പി ന്യൂ ഇയർ. വളരെ കോമഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടെ അതിൽ കൺവേ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം അതിലുണ്ട്. പക്ഷെ നമ്മളൊക്കെ നമ്മുടെ ഡ്രീം വീടുകൾ നാട്ടിൽ പണിതിട്ടിട്ട് നമ്മൾ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെയുള്ള വലിയ വലിയ പല വീടുകളും നമ്മുടെ നാട്ടിലുണ്ട്. വീടില്ലാത്തവരും ഉണ്ട്. അപ്പം ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഇയാളില്ലാത്ത വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന യാദൃശ്ചികമായിട്ടുള്ള ഒരു കള്ളനായ അതിഥി രസകരമായ സംഭവങ്ങളുമാണ് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഒരു ഫാമിലിയുടെ ആ ഒരു സമയത്തെ വൈകാരിക മുഹൂർത്തങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്ക് വളരെ രണ്ട് കുട്ടികൾ അതിനിടയ്ക്ക് പെട്ടെന്ന് വർഷങ്ങളായി നാട്ടിലില്ലായിരുന്നു, തിരിച്ചു വന്നപ്പോൾ അനുഭവം നേരിട്ട് ഇത്തരം അനുഭവങ്ങളാണ്. എനിക്ക് വളരെ സെറ്റിലായിട്ട് പ്ലേ ചെയ്ത് പോകാനേ ഉള്ളൂ അതിൽ. എന്നാലും വളരെ സെറ്റിലായിട്ട് എപ്പോഴും വേണം. ഈ പറയുന്ന കള്ളനും എൻ്റെ ഫാമിലിയും എൻ്റെ അച്ഛനെയും ഒക്കെ ഡീൽ ചെയ്തുകൊണ്ട് നിർത്തുന്ന ഒരു ക്യാരക്ടറായിട്ട്, ന്യൂട്രലായിട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടർ, ഒരു മെയിൻ സ്ട്രീം ഫിലിമിൽ അറിയപ്പെടുന്ന ഒരു ക്യാരക്ടർ. എനിക്ക് ഹോപ്പുള്ളത് ഇനി വരാൻ പോകുന്ന ആസിഫ് അലി പ്രജേഷ് സെൻസർ പടമായിട്ടുള്ള ഹൗഡിനി ദ കിങ് ഓഫ് മാജിക് അതിൽ തന്നെയാണ്. ആവേശത്തിലൊക്കെ ഉണ്ട്. റീൽസിൽ അത് ഹിറ്റായി പോയിട്ടുണ്ട്. ഒന്ന് പോയുടെ ചേർക്ക എന്ന് പറയുന്നൊരു സാധനം റീൽസിലൊക്കെ അത് ഹിറ്റായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഒരു നോട്ടബിൾ ക്യാരക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. ആ ഒരു സിനിമ ചെയ്യണം, സിനിമയാണ് നമ്മുടെ ഒരു ഊർജം അല്ലെങ്കിൽ നമ്മുടെ പാഷൻ എന്ന് മനസ്സിലാക്കിയ മൊമെന്റ് തൊട്ടിട്ട് എൻ്റെ ജേർണി ഗോയിങ് ഓൺ ആണ്. ഈ സിനിമയുടെ സക്സസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു.
എത്രത്തോളം മലബാർ ടൈൽസിലെ കഥാപാത്രത്തെ നല്ലതാണ്. ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പ്രതീക്ഷ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആ ഒരു കൊച്ചുമൂവിയുടെ വളർച്ച നമ്മൾ വിചാരിക്കാതെയാണ് ഇത്ര വരെ എത്തിയിട്ടുള്ളത്. അത് എല്ലാ ജോണറിലും ഉണ്ട്. അത് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു മൂവി എന്തായാലും സക്സസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. 5 സിനിമകളിൽ ചെമ്പ് എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അപ്പൊ അതിൽ ഒരു ത്രൂ ഔട്ട് മെയിൻ ക്യാരക്ടർ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു മലബാറിൽ നടക്കുന്ന, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ കേട്ട കുറെ കഥകളിനോട് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കഥ പോകുന്നതും. പക്ഷെ അത് ഇന്നത്തെ കാലത്തുള്ള പലർക്കും അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. പക്ഷെ ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് കാലം നമ്മളുടെ തലമുറകളൊക്കെ എങ്ങനെയാണ് വന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ സംഭവമാണ് അതിലൂടെ കാണിച്ചു പോകുന്നത്. അത് ഒരു പ്രതീക്ഷയിൽ നിന്ന് അവസാനം ഒരു നിരാശയിലേക്ക് പോകുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് പോകുന്നത്. ആ കഥാപാത്രത്തിനിട്ടാ ശരിക്കും കാണുമ്പോൾ ഒരു മതത്തെ ഇതായിട്ട് അങ്ങനെ തോന്നാം. പക്ഷെ അതെ 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 പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഞാൻ ചെറുപ്പം മുതലേ കേട്ടൊരു ഇത് വെച്ച് നോക്കുമ്പം അതൊരു റിയൽ ആയിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പക്ഷെ അതൊരിക്കലും ഒരു മതത്തെയോ അല്ലെങ്കിൽ വേറൊരാളെയോ ആക്ഷേപിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ അത് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് ആ പടത്തിലൂടെ. സിനിമയുടെ ഞാൻ ചില പടങ്ങളിലും അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ആഡ് ഫിലിമിലൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുണ്ട്. പിന്നെ അതിനിടക്ക് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. അപ്പോൾ കൂടുതലും ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഡയറക്ഷൻ സൈഡിലും പ്രൊഡക്ഷൻ സൈഡിലുമാണ്. അപ്പോൾ ഈ കുറച്ച് ആയിട്ടുള്ളൂ അഭിനയിച്ചു തുടങ്ങിയിട്ട്. ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഒരു പടം ലാൽബാഗ് എന്ന് പറഞ്ഞൊരു മൂവി പ്രശാന്ത് മുരളി പത്മനാഭൻ ഡയറക്ട് ചെയ്ത പടം. അതിലൊരു സിഗ്ഗി ബോയുടെ ഒരു ക്യാരക്ടർ, അതാണ് ആ പടത്തിൽ എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ വളരെ ചെറുതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ പണിയിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ജോജിന്റെ വീട്ടിലെ സർവൻ്റ് ആയിട്ട്. പക്ഷെ അതിൽ ആ ഒരു സീനെ നന്നായിട്ട് കാണിക്കുന്നുള്ളൂ. പിന്നെ കുറേയൊക്കെ കട്ടായി പോയി, ലെങ്ത് കൂടിയിട്ട് അങ്ങനെ പോയി. പിന്നെ ഇനി 2 പടം റിലീസ് ആവാനുണ്ട്. അതിലൊരു പടം ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തൊരു പടമാണ്. അതിപ്പോൾ ഒരു ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് പറയും. ഒരു 40 അവാർഡ്സോളം അതിന് വന്നിട്ടുണ്ട്, ഡയറക്ടർക്കും ആക്ട്രസിനും അതുപോലെ തന്നെ പടത്തിനും. അത് പടത്തന്നെ റിലീസ് ഉണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇനി റിലീസ് ആവാനുള്ളത് 2 പടമുണ്ട്. പിന്നെ ഇപ്പോൾ പുതിയ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുക. ബ്രേക്കപ്പ്, പർദ, ചെമ്പ്, സദാഭിഷേകം, ബംഗ്ലാവ്, 5 സബ്ജക്റ്റ്, 5 ജോണർ, 5 കണ്ടന്റ്. പിന്നെ ഉള്ളത് കോമൺ ഒരു എലിമെന്റ് അതിൽ 5 വീടാണ്. 5 വീട് സാധാരണ വീട്. ആ 5 വീട്ടിലില്ല 5 കഥ, 5 കോൺഫ്ലിക്ട്സ്, 5 ഇമോഷൻസ്, പിന്നെ 5 ട്രീറ്റ്മെൻറ്റ്, ഈവൻ മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റ്. അല്ല, അത് ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ചാണ്. നമ്മൾ എല്ലാ പടം വേറെ വേറെ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. പുതിയ ആർട്ടിസ്റ്റായിരിക്കും. ശരിക്കും ഒരു 5 കഥയാണ്, 5 ഫിലിമായിട്ടാണ് നമ്മൾ കാണുന്നത്. 5 ഫിലിമായിട്ടാണ് നമ്മളിത് ട്രീറ്റ് ചെയ്തത്. നമ്മുടെ മൈൻഡ് സെറ്റ് അത് ഒരു നോർമൽ അല്ല, ഒരു 5 ഫീച്ചർ ഫിലിം, ഒരു കമേഴ്ഷ്യൽ ഫിലിം, അങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത്. അല്ല, ആഗ്രഹം ഒരു ഫുൾ ലെങ്ത് സ്ക്രിപ്റ്റ് ചെയ്യാനായിരുന്നു. പക്ഷെ അതിന് നടന്നിട്ടില്ല. ഒരു പ്രോപ്പർ സെറ്റപ്പ് റെഡി ആയിട്ടില്ല. റെഡി ആവുന്ന സെറ്റപ്പ് എന്തെങ്കിലും ഒരു ഓബ്സ്റ്റക്കിളോ തടസ്സം വന്നതിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പിന്നെ ഒരു ചെറിയൊരു പടം ചെയ്യാൻ വിചാരിച്ചു. ആ പടം ചെയ്ത സമയത്ത് അത് തിരക്കടില്ലാതെ വന്നു. അത് ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത പടം ചെയ്തു, അതും തിരക്കടില്ലാതെ വന്നു. അതും കണ്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ 3ാമത്തെ പ്രോജക്റ്റിലേക്ക് കയറുമ്പോൾ പിന്നെ ഡിസൈഡ് ചെയ്ത് ഒരു ആന്തോളജി ആക്കിയിട്ട് മാറ്റിക്കളയാണ്. സോ ഒരു ആന്തോളജി ആക്കിയിട്ട് നമ്മൾ പടം ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ പടമാണ് നമുക്ക് ടോട്ടൽ വരേണ്ടത്. സോ നാച്ചുറലി അതൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് വരും. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് കവർ ചെയ്യാൻ പിന്നെ ഞാൻ തന്നെ അത് പ്രൊഡ്യൂസറായി, വൈഫിനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാക്കി. പിന്നെ നമുക്ക് ഒരു പ്രൊഡ്യൂസർ ആകുമ്പോൾ നമ്മൾ തന്നെ പ്രൊഡ്യൂസർ ആകുമ്പോൾ നമുക്ക് നമ്മളെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ലിമിറ്റേഷൻസിൽ വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ഷോർട്ട് കമ്മിങ്സ് ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്തു, ഓവർകം ചെയ്തു പലതും. പിന്നെയും ഒരു ചെറിയ ലീക്കേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് മിക്കവാറും അത് ഓഡിയൻസ് അത് ശ്രദ്ധിക്കില്ലാണ് ഞങ്ങളെ കോൺഫിഡൻസ്. സോ ലെറ്റ്സ് ഹോപ്പ് പടങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഓഡിയൻസ്ക്ക് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടേണ്ടതാണ്. അനിൽ കുഞ്ഞപ്പൻ സർ ഡയറക്റ്റ് ചെയ്യുന്ന ദ മലബാർ ടൈൽസിൽ ശതാഭിഷേകം എന്ന സിനിമയിലാണ് എനിക്കൊരു അവസരം ചെയ്യാനുണ്ടായത്. അതിൽ എല്ലാം കുടുംബ കഥകളാണ്. 5 കഥകളും ഓരോ കുടുംബത്തിൽ നടക്കുന്ന കഥകളാണ്. അതിൽ ശതാഭിഷേകത്തിലെ മൂത്ത മരുമകളായിട്ട്, ഒരു ഉത്തരവാദിത്തമുള്ള മൂത്ത മരുമകളായിട്ടുള്ള ഒരു നല്ല റോളാണ് ചെയ്തിരിക്കുന്നത്. അനിൽ ആൻഡോ അപ്പനായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ ഇളയ ബ്രദറായിട്ടും ഉണ്ട് ഡബിൾ റോളിൽ ചെയ്തിരിക്കുന്നത്. ചെയ്തിട്ടുണ്ട്. എല്ലാം ചെറിയ ചെറിയ വേഷമാണ്.
10-25 സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് രുതിരം, അപർണ ബാലമുരളിയുടെ ഗ്രാൻഡ് മദറായിട്ടുള്ള ചെറിയ വേഷമാണ്. ഈ 2 ഇറങ്ങാനിരിക്കുന്നു. അതിൽ ICU എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയും വേറൊരു ആന്തോളജി മൂവി, ഒരു റൊണാൾഡോ ചിത്രം എന്ന് പറഞ്ഞിട്ട് അതും കൂടിയാണ് ഇനി ഇറങ്ങാനിരിക്കുന്നത്. ഇതൊരു ചെറിയ മൂവി എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തിലും നടക്കുന്ന ഓരോ കഥകളാണ്. ഒരു സിനിമയുടെ കഥ മറ്റേതായിട്ട് ഒട്ടും ഒരുപോലത്തെ അല്ല, എല്ലാം വ്യത്യാസമുള്ള ജോണറിലുള്ള കഥയാണ്. പക്ഷെ എല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന, മലബാർ ടെയിൽസ് എന്ന് പറഞ്ഞാലും മലബാറിൽ മാത്രം നടക്കുന്നതല്ല, എല്ലാ സ്ഥലത്തും നടക്കുന്ന ഓരോ കഥകളാണ് ഇതിനകത്ത് സാർ എഴുതിയിരിക്കുന്നത്. അത് അനിൽ കുഞ്ഞപ്പൻ സാറിൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. അത് നന്നായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തായിട്ടുള്ള അനിൽ കുഞ്ഞപ്പൻ ആൻഡ് ഫാമിലിയുടെ ഒരു പാഷൻ പ്രോജക്റ്റ്, ഇത്രയും വർഷത്തെ ഒരു ക്ഷമയുടെയും അധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഇത്തരം ഒരു പ്രോജക്റ്റ് ഒരു വലിയ സിനിമയായി പുറത്തിറങ്ങുന്നതിന് സമയത്ത് അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. അതിലൂടെ ഒരു ക്യാരക്ടർ, ഒരു നല്ല റോള്, പർദ എന്ന സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമായ കുട്ടിയുടെ ഒരു അമ്മയായിട്ടുള്ള ഒരു റോള് ചെയ്ത് സിനിമയിലേക്ക് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കൂട്ടത്തിൽ കുറച്ച് 3 ഗാനങ്ങൾക്കുള്ള വരികൾ എഴുതാൻ സാധിച്ചതിൽ എല്ലാം ഒരു ചാലഞ്ചായിരുന്നു. അതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ഇപ്പോൾ പാടിയാൽ ശരിയാവില്ല, അതിനെനിക്ക് ആ ട്യൂണോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. അത് തേടി കുളിർ തീരങ്ങൾ, വരികൾ പറയാം, പാടാനുള്ളൊരു സാഹചര്യത്തിലല്ല, 2 വരി പറയാം. ഞാൻ അഭിനയിച്ച ആ ഒരു കഥയിലെ ഒരു പാട്ടാണ്, ആദ്യമായിട്ട് എഴുതിയ വരികളാണ്. തേടി കുളിർ തീരങ്ങൾ അറിയാതുലഞ്ഞു പോയിലകൾ ഈ കാറ്റിൽ, അങ്ങനെ അങ്ങ് പോകും. എന്താണ് സാഹചര്യം ഒരുങ്ങുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴുകുക, അത്രയല്ലേ ഉള്ളൂ. ഈ കഥാപാത്രം എന്നിലേക്ക് വരുന്നത് ഞാൻ ഷാജുൻ കരിയാൽ സാർ സംവിധാനം ചെയ്ത് മൃദുഭാവ ദൃഢകൃതി എന്ന സിനിമയിൽ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നു. ആ സിനിമയിൽ അനിൽ കുഞ്ഞപ്പൻ സാറിൻ്റെ മകൾ അനുപ്രിയ AD ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അനുപ്രിയയാണ് അനിൽ കുഞ്ഞപ്പൻ സാറിനോട് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അനിൽ സാർ എന്നെ ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. ഡബിൾ റോൾ പറഞ്ഞിട്ടില്ലായിരുന്നു ആദ്യം മുതലേ കേശു എന്നുള്ള യങ് ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കുറച്ച് ഇന്നർ കോൺഫ്ലിക്ട്സ് ക്യാരി ചെയ്യുന്ന ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു 42 വയസ്സുകാരൻ. അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിലേക്ക് അച്ഛൻ്റെ ശതാഭിഷേകം ആഘോഷിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നോട് സാറ് പറഞ്ഞത്, അച്ഛൻ്റെ ക്യാരക്ടറും കൂടിയുണ്ട്, മാധവൻ എന്നുള്ള ക്യാരക്ടർ, 2 അനിൽ തന്നെ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. കാരണം എൻ്റെ കരിയറിൻ്റെ ഈ അപ്കമിങ് സ്റ്റേജിൽ ഒരു ഡബിൾ റോൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ജാക്ക് പോട്ടാണ്. കാരണം സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റാർഡം ഒക്കെ വന്നതിന് ശേഷമാണ് ഒരു ആക്ടർക്ക് ഒരു ഡബിൾ റോളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റോട് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് ഞാൻ എത്തുകയാണ് ഉണ്ടായത്. കാരണം ഒരു ഡബിൾ ഏജുള്ള ഒരു ക്യാരക്ടറാണ്. അത് 42 വയസ്സായ ഒരു കഥാപാത്രത്തിൻ്റെ 84 വയസ്സുള്ള അച്ഛൻ്റെ കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് ചെയ്ത് റഷീദ് അഹമ്മദാണ്. റഷീദ് സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു മേക്കപ്പ് ടെസ്റ്റ് നടത്തി. അതിനുശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂറിലധികം സമയമെടുത്തിട്ടാണ് ആ ഏജ്ഡ് ഗെറ്റപ്പ് ചെയ്തത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു. കാരണം എന്നെ ഒരു 40 വർഷത്തിന് ശേഷമുള്ള എൻ്റെ രൂപം കാണുക എന്ന് പറഞ്ഞാൽ, പിന്നെ താങ്ക്സ് ടു ഡയറക്ടർ, കാരണം അതൊരു ആഢ്യത്വമുള്ള ഒരു തറവാട്ടിലെ മാധവൻ എന്നുള്ളൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അത് കാണാനൊരു സുഖമുണ്ടായിരുന്നു. നമ്മളുടെ ഷൂട്ടിൻ്റെ സമയത്ത് ഞങ്ങൾ ഒരു ക്യാരക്ടറിൻ്റെ സീൻ എടുത്തു കഴിഞ്ഞ് അടുത്ത ഏജ്ഡ് ഗെറ്റപ്പിലേക്ക് മാറി അതിൻ്റെ മേക്കപ്പ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഈ 42 ഇയേഴ്സിൻ്റെ ചെയ്ത്, അങ്ങനെ ഒരു ദിവസം തന്നെ ഏകദേശം 5 തവണ ഈ ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ടായിരുന്നു. അത് രാവിലെ 6 മണി മുതൽ രാത്രി 11 മണി വരെ അന്നത്തെ ഷൂട്ട് പോയിരുന്നു. കാരണം ഇമോഷണൽ സീക്വൻസൊക്കെ അന്നാണ് എടുത്തിരുന്നത്. അതൊരു ഇൻറ്റൻസ് ഇമോഷണൽ ഡ്രാമയാണത്. അപ്പോൾ എസ്പെഷ്യലി അതിൻ്റെ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമ ഞാൻ കാണുന്നതിന് മുമ്പേ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ കണ്ടിട്ടുള്ള 1-2 ടെക്നീഷ്യൻസ് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ കുരുക്ക് എന്നുള്ള സിനിമയുടെ റിലീസിൻ്റെ തലേ ദിവസമൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് ഞാൻ കണ്ടു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കുരുക്ക് സിനിമ കണ്ടു എന്നാണ് കരുതിയത്. അപ്പോൾ ആൾ പറഞ്ഞല്ല, ഞാൻ ഈ ഏജ്ഡ് ഗെറ്റപ്പ് ചെയ്ത അനിൽ കുഞ്ഞപ്പൻ സാർ ചെയ്ത പടത്തിലെ ക്യാരക്ടർ കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഫൈനൽ ഔട്ടല്ലായിരുന്നു. അതുപോലെ ഇപ്പോൾ അടുത്തും 1-2 പേര് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുകയും എന്നെ വളരെ അടുത്തറിയുന്ന 1-2 പേര്
ആ കഥാപാത്രം കണ്ടിട്ട് അത് ഞാനാണെന്ന് മനസ്സിലായില്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ കാസ്റ്റിംഗ് കറക്റ്റായിരുന്നു എന്നുള്ളതാണ് ഒരു ആശ്വാസം, പിന്നെ എൻ്റെ പെർഫോമൻസും. അപ്പോൾ അത് ഇനി കൂടുതൽ നല്ല ചാലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ റൈറ്റേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ തോന്നിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. റിലീസ് ചെയ്യാനുള്ള വർക്കുകൾ ഞാൻ അതേഴ്സ് എന്നൊരു ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്കൽ മൂവി ചെയ്തിരുന്നു. അത് ഡോക്ടർ അക്ഷയ് മേനോൻ എന്നുള്ളൊരു ക്യാരക്ടർ ലീഡ് റോളാണ്. അത് റിലീസ് ചെയ്യാനുണ്ട്. പിന്നെ 6-ാം തിരുകൽപ്പന എന്നൊരു സിനിമ ഷൈൻ ടോം നിത്യ മേനോൻ ലീഡ് ചെയ്യുന്നൊരു സിനിമയിൽ ഷൈൻ CIയും ഞാൻ SI ആയിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് റിലീസ് ചെയ്യാനുണ്ട്. ഇത് രണ്ടുമാണ് റിലീസ് ചെയ്യാനുള്ള സിനിമകൾ. ഞാൻ ഇതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് പ്രൊജക്ട്സ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, എഡിറ്ററായിട്ട്, പിന്നെ ഒരു ആക്ട്രസ് ആയിട്ട് ആദ്യമായിട്ടായിരുന്നു. ആൻഡ് അതെൻ്റെ ഫാമിലീൻ്റെ കൂടെയാണെന്ന് ഒരു ഭയങ്കര ഫോർച്യുനേറ്റ് ആണ്, ഭയങ്കര ലക്കിയാണ്. അത് കാരണം ഭയങ്കര ഒരു സേഫ് എൻവയൺമെൻറ്റ്, അറ്റ് ദ സെയിം ടൈം ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു എൻവയൺമെൻറ്റ് ആയിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്തതല്ല. ഞാൻ ആക്ച്വലി ജസ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരിക്കും എന്നായിരുന്നു പ്ലാൻ. പക്ഷേ എഡിറ്റിങ്ങും ആക്ടിങ്ങും അതിലേക്ക് വന്നു. ആൻഡ് ഐ ഹോപ്പ് എവറിബഡി ലൈക്സ് ഇറ്റ്. പക്ഷേ ഐ ക്യാൻ ഗ്യാരണ്ടി വൺ തിങ്, എഡിറ്റിംഗ് ടേബിളിൽ കണ്ടത് പ്രൊജക്റ്റ് നന്നായി വന്നിട്ടുണ്ട്. ഈ പടം എന്തായാലും ക്ലിക്കാവും, എല്ലാവരുടെ ഇടയിലും കൂടി ക്ലിക്കാവും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. മലബാറിൻ്റെ 5 ഫാമിലീസിൻ്റെ 5 കഥകളാണ്, പുറത്ത് വരാത്ത കഥകളാണ്. ആൻഡ് ഇത് കണ്ടിട്ട് എന്തായാലും ആൾക്കാർ ചർച്ച വിഷയം എന്തായാലും കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്, പക്ഷെ മോർ എല്ലാവർക്കും അത് കണക്ട് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്യാൻ പറ്റും, ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അച്ഛൻ കഥകളെ എഴുതിയിട്ടുള്ളത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് ആക്ച്വലി ഹോൾ ആൻഡ് സോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ പദം ചെയ്തപ്പോൾ കുറച്ചൊന്ന് ഫീഡ്ബാക്ക് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു എഡിറ്റിങ്ങിനെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2ാമത്തെ ചെയ്യാം. അങ്ങനെ 3ാമത്തെ 4ാമത്തെ ആകുമ്പോഴത്തേക്ക് 5ാമത്തെ പടം എഡിറ്റിംഗ് ആയി വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇതിലേക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറും ആയിക്കൊണ്ട് ഏത് ഷോർട്സ് ആണോ, എന്ത് സീക്വൻസ് ആണോ, എങ്ങനെയാണ് പടം വരേണ്ടത്, പിന്നെ അച്ഛൻ ഡയറക്ടർ ആയതുകൊണ്ട് അച്ഛൻ്റെ ഒരു നരേറ്റീവ് മെൻറ്റാലിറ്റി മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ബിക്കോസ് ഒരു 13ാമത്തെ വയസ്സിൽ നിന്ന് തുടങ്ങിയതാണ് അച്ഛൻ്റെ ഒരു സ്ക്രിപ്റ്റ് നറേഷനും അതൊക്കെ. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ വന്നപ്പോൾ ഈ പ്രൊജക്ട്സ് ഒക്കെ വന്നിട്ട് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് അത് അസംബിൾ ചെയ്യാൻ പറ്റും. 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഫസ്റ്റ് കട്ട് റെഡിയാക്കാൻ പറ്റിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു എഡിറ്ററായിട്ട് ഐ നെവർ തോട്ട് എനിക്കൊരു എഡിറ്റർ ആവാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രൊജക്റ്റ് ഒരു ബിഗിനിങ് ആണ്. ആൻഡ് എന്തായാലും ഞാൻ ഇനിയും എഡിറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഐ ഹവ് നോൺ ലൈക്ക് നമ്മുടെ കേരള ഫിലിം ഇൻഡസ്ട്രിയിൽ കൂടുതൽ ലേഡി എഡിറ്റേഴ്സ് ഇല്ല. ബട്ട് എനിക്കൊരു പാർട്ടായിട്ടൊരു ലേഡി എഡിറ്റർ ആവാൻ ഭയങ്കര ഒരു താല്പര്യമുണ്ട്. അഭിനയിക്കാനും ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു പോസിറ്റീവ് ഒരു ഫീഡ്ബാക്ക് ആണ് വരുന്നത് അഭിനയത്തിനെ പറ്റി ഇതുവരെ കണ്ടത് ആൾക്കാർ. പിന്നെ നമ്മുടെ ഇന്നലെ പ്രോമോ സോങ് എടാ മോനെ എന്നുള്ള ഒരു പ്രോമോ സോങ് ഇറങ്ങി, അതിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫീഡ്ബാക്ക് ഭയങ്കര പോസിറ്റീവ് ആണ്. എല്ലാവരും പറയുന്നുണ്ട് നീ അഭിനയിക്കണം, നീ അതിലേക്ക് കയറണം എന്ന്. അപ്പൊ എന്തായാലും ആലോചിക്കും. പക്ഷെ ഡയറക്ഷൻ എഡിറ്റിംഗ് ആണ് മെയിൻ. പക്ഷെ അഭിനയം ആലോചിക്കാം. ഞാൻ ആക്ച്വലി 2 കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു പടം ഞാൻ ശിവരാജിന്റെ കൂടെയാണ് ചെയ്തത്. അതിൽ ചിഞ്ചു എന്ന് പറഞ്ഞ ശിവരാജിന്റെ സഹോദരിയാണ്. ആൻഡ് 2ാമത്തേത് പർദ ഫിലിമില് ഞാനൊരു ചെറിയ റോളാണ്. സന പറഞ്ഞ ഒരു മുസ്ലിം കഥാപാത്രമാണ്. താങ്ക് യു.